ഹലോ ടെക് ടിപ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് അതായത് CISF വന്നിരിക്കുന്ന ഹെഡ് കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് വന്നിരിക്കുന്ന സ്പോർട്സ് കോട്ട നിയമനം അതിനെക്കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. 403 ഒഴിവുകളാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് പുരുഷന്മാർക്കും അതുപോലെ തന്നെ വനിതകൾക്കും അപ്ലൈ ചെയ്യാം. സ്പോർട്സ് കോട്ട ആയതുകൊണ്ട് തന്നെ കായിക താരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വേക്കൻസിയാണ് കേട്ടോ. അപ്പോൾ അതിന് ആപ്റ്റായിട്ടുള്ള കാൻഡിഡേറ്റ്സിന് വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതിലോട്ട് അപ്ലൈ ചെയ്യാം. പല പല കായിക ഇനങ്ങളുടെ അനുസരിച്ചിട്ടാണ് ഇതിൻ്റെ അകത്ത് പോസ്റ്റിംഗ് വന്നിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് വീഡിയോൻ്റെ അകത്ത് മെൻഷൻ ചെയ്തേക്കാം. മാത്രമല്ല നമ്മുടെ ഈ ഒരു ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ. CISF ഹെഡ് കോൺസ്റ്റബിൾ ജനറൽ ഡ്യൂട്ടി തസ്തികയിലേക്കുള്ള സ്പോർട്സ് കോട്ട നിയമനത്തിനാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. 403 ഒഴിവുകളാണ് വന്നിരിക്കുന്നത്. ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതാണ്. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിങ്ങിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ അകത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി പോസ്റ്റ് പോകുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വന്നിരിക്കുന്ന വാക്കൻസിയാണ്. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. ഒത്തിരി നോട്ടിഫിക്കേഷൻ്റെ അകത്ത് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് കംപ്ലീറ്റ് ആയിട്ട് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഈ ഒരു പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യാനായിട്ട് വൺ ടൈം രജിസ്ട്രേഷൻ പോലെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇവിടെ തന്നെ മുകളിൽ നിങ്ങൾക്ക് ലോഗിൻ എന്നുള്ള ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂ യൂസർ ആണെങ്കിൽ ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യാനായിട്ട് സൈഡിൽ രജിസ്റ്റർ ടാബും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് രജിസ്റ്റർ ചെയ്തിട്ട് അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് അവസാന ആപ്ലിക്കേഷൻ അയക്കേണ്ട അവസാന തീയതി വന്നിട്ട് ജൂൺ 6 ആണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം സമയമുണ്ട് അപ്ലൈ ചെയ്യാനായിട്ട്. വിദ്യാഭ്യാസ യോഗ്യത വന്നിട്ട് +2 ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഹെഡ് കോൺസ്റ്റബിൾ ആ ഒരു തസ്തികയിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന കായിക ഇനങ്ങൾ മെയിൽ അതുപോലെ തന്നെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് എത്ര ഒഴിവുകൾ ഉണ്ടെന്നുള്ളതിൻ്റെ ലിസ്റ്റാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. വുഷു അതുപോലെ തന്നെ തൈക്കോണ്ടോ, കരാട്ടെ, ആർച്ചറി, കയാക്കിങ്, റോവിങ്, ഫുട്ബോൾ, ഹാൻഡ്ബോൾ, ജിംനാസ്റ്റിക് അങ്ങനെ ഒത്തിരി കാറ്റഗറീസ് ഉണ്ട്. അതിൻ്റെ അകത്ത് ഓരോ ആൾക്കാർക്കും എങ്ങനെ കാറ്റഗറി വൈസ് ആയിട്ടുള്ള ആ ഒരു വേക്കൻസീസും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് വന്നിരിക്കുന്ന ശമ്പളം വന്നിട്ട് 25,500 രൂപ മുതൽ 81,000 രൂപ വരെയാണ് ശമ്പളം കൊടുത്തിരിക്കുന്നത്. പ്രായം 18 വയസ്സ് മുതൽ 23 വയസ്സുള്ളവർ വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് +2 ആണ്. മാത്രമല്ല അതിനോടൊപ്പം തന്നെ സ്പോർട്സ് കോട്ട ആയതുകൊണ്ട് തന്നെ കായിക യോഗ്യത വേണം. സംസ്ഥാന, ദേശീയ, അന്തർദേശീയ തലത്തിലുള്ള ഗെയിംസ്, സ്പോർട്സ്, അത്ലറ്റിക്സ് അതാണ് പ്രാധാന്യമായിട്ട് ഇവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ആ ഒരു വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത്. ഈ ഒരു പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാനായിട്ട് വ്യക്തിഗത ഇനം അതല്ലെങ്കിൽ ടീം ഇനത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് മെറിറ്റ് ലിസ്റ്റ് ഉൾപ്പെടുന്നതെന്നുള്ളത് ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ അകത്ത് ആ ഒരു നോട്ടിഫിക്കേഷൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്ന കാൻഡിഡേറ്റ്സിന് മാത്രമേ ഇതിൻ്റെ അകത്ത് ലോഗിൻ ചെയ്യേണ്ട ആവശ്യമുള്ളൂ അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പിന്നെ ഇതിൻ്റെ അകത്ത് ശാരീരിക യോഗ്യത എന്ന് പറയുന്നത് പുരുഷന്മാർക്ക് 167 സെൻറ്റിമീറ്റർ, SC/ST വിഭാഗക്കാർക്ക് 160 സെൻറ്റിമീറ്ററും ഉയരം വേണം. അതുപോലെ തന്നെ വനിതകൾക്കാണെങ്കിൽ 153 സെൻറ്റിമീറ്ററാണ് ഉയരം വേണ്ടത്. അപേക്ഷാ ഫീസ് ഉണ്ട്, പക്ഷെ വളരെ കുറവ് അപേക്ഷാ ഫീസ് മാത്രമേ ഉള്ളൂ. അതായത് വനിതകൾക്കും SC/ST വിഭാഗക്കാർക്കും ആണെങ്കിൽ ഫീസ് ഇല്ല. മറ്റുള്ളവർക്ക് 100 രൂപ മാത്രമാണ് ഇതിന് അപ്ലൈ ചെയ്യാനുള്ള ഫീസ്. ഇനി ഇതിൻ്റെ തിരഞ്ഞെടുപ്പിലോട്ട് പോവാം. 2 ഘട്ടങ്ങളായിട്ടാണ് തിരഞ്ഞെടുപ്പ്. 1ാം ഘട്ടത്തിൽ വരുന്നത് ട്രയൽ പ്രൊഫിഷ്യൻസി ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ആണ് വരുന്നത്. ഡോക്യുമെൻറ്റേഷനും ഉൾപ്പെടുന്നുണ്ട്. 2ാം ഘട്ടത്തിലാണെങ്കിൽ മെഡിക്കൽ പരിശോധനയാണ് വരുന്നത്. അപേക്ഷ ചെയ്യാനായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ അകത്ത് ഓൺലൈനായിട്ട് തന്നെ അപ്ലൈ ചെയ്യണം. ഫോട്ടോയും അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ്സും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം അപ്ലൈ ചെയ്യുന്ന ടൈമിൽ തന്നെ. ഇതാണ് ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ജൂൺ 6 മുൻപായിട്ട് ഇതിന് സ്പോർട്സ് കോട്ടയിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്ന കാൻഡിഡേറ്റ്സിന് തീർച്ചയായിട്ടും നല്ലൊരു അവസരമാണ്. മറക്കാതെ തന്നെ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. യൂസ്ഫുൾ ആയി തോന്നുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ഐക്കണിലും കൂടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. മറ്റൊരു ജോബിൻ്റെ വേക്കൻസിയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.